എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച UP സ്കൂൾ കെട്ടിടത്തിൻ്റെയും ക്ലാപ്പ് പദ്ധതിയുടെയും ഉദ്ഘാടനം നടന്നു. നവീകരിച്ച UP സ്കൂളിന്റെ വെഞ്ചരിപ്പ് കർമ്മം സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ മാണി മേൽവട്ടം നിർവഹിച്ചു. ചടങ്ങിൽ ഈസ്റ്റേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി അധ്യക്ഷത വഹിച്ചു. സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ പുതിയതായി ഒരുക്കിയ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഈസ്റ്റേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി നിർവഹിച്ചു. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ സജി കണ്ണന്താനം, പഞ്ചായത്ത് അംഗം സിന്ധു മാരിപ്പുറത്ത്, അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാർട്ടിൻ പാഴൂപ്പറമ്പിൽ, PTA പ്രസിഡന്റ് ഷാജി തോണക്കര, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിനു തോമസ്, സെന്റ് തോമസ് ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ജോസുകുട്ടി തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും USS NMMS പരീക്ഷകളിൽ വിജയം നേടിയവർക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കെട്ടിടം കാണുമ്പോൾ ഈ സ്കൂളിൽ പഠിച്ച തോമാപുരം സ്കൂളിൽ പഠിച്ച എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഒരുപാട് ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു കെട്ടിടമാണ്. അത് അതേപടി അതിനൊരു മാറ്റവും ചെയ്യാതെ കുറച്ചുകൂടി സൗകര്യങ്ങൾ അതിന് സജ്ജമാക്കിക്കൊണ്ട് ഇന്ന് UP സ്കൂളായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ 10ാം ക്ലാസ് പഠിച്ചിറങ്ങിയ സ്കൂളാണ്. ഇവിടെ ഇരിക്കുന്ന മിക്ക അധ്യാപകരും അതുപോലെ ഞാനും PTA പ്രസിഡന്റും ഒക്കെ ഈ സ്കൂളിൽ പഠിച്ചവരാണ്. അപ്പോൾ നിങ്ങൾക്ക് UP സ്കൂളിൽ തന്നെ ആ ക്ലാസ് മുറി ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയ ഭാഗ്യം. ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ച വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ചും ഞാൻ ഈ മാനേജ്മെന്റിനെ അഭിനന്ദിക്കാൻ കൂടി ആഗ്രഹിക്കുന്നു. സാധാരണഗതിയിൽ പഴയ ഒരു ബിൽഡിംഗ് പൊളിച്ചു കളയാനായിരിക്കും ഏറ്റവും ആദ്യം ആലോചിക്കുന്നത്. പക്ഷെ അതിനെ റിനോവേറ്റ് ചെയ്ത് ഒരുപക്ഷെ എത്രയോ തലമുറകൾ പഠിച്ചു പോയിട്ടുള്ള ഒരു ബിൽഡിംഗാണ്. അല്ലെ, ഈ നാട്ടിൽ എത്രയോ തലമുറകൾ 67 ഇപ്പൊ ഏതാണ്ട് 2-3 തലമുറകളിലധികം പഠിച്ചു പോയിട്ടുള്ള ഒരു ബിൽഡിംഗാണ്. ഒരുപാട് ഗൃഹാതരമായിട്ടുള്ള ഓർമ്മകൾ എല്ലാവരിലും അവശേഷിച്ചിരിക്കുന്ന ഒരു ബിൽഡിംഗാണ്. ആ ബിൽഡിംഗ് പൊളിച്ചു കളയുക എന്ന ഒരു മിനിറ്റ് നേരത്തെ തീരുമാനം ആയിരിക്കും. പക്ഷെ അത് നിലനിർത്തുക എന്നുള്ള തീരുമാനമുണ്ടോ, അതിനെ അഭിനന്ദിക്കാൻ ഞാൻ ഏറ്റവും ആദ്യം ആഗ്രഹിക്കുകയാണ്. കാരണം പലപ്പോഴും ഇപ്പോഴത്തെ വിദ്യാലയങ്ങളൊക്കെ പഴയ ബിൽഡിങ്ങൊക്കെ പൊളിച്ച് പുതിയ വലിയ ബിൽഡിങ്ങിൽ പോകുന്ന കാലം അവിടെ നിങ്ങളുടെയൊക്കെ ഈ ഓർമ്മ നിങ്ങളുടെയൊക്കെ രക്ഷിതാക്കൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ടാവും. നിങ്ങളുടെ ഗ്രാൻഡ് പാരന്റ്സിന് ആ ബിൽഡിങ്ങിൽ ഒരുപാട് ഓർമ്മകളുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ബിൽഡിംഗ് നിലനിർത്തുമ്പോൾ തീർച്ചയായിട്ടും അവരുടെയൊക്കെ ആശീർവാദത്തിന്റെ ഒരു ആശീർവാദം കൂടി ഇനി അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. വളരെ മനോഹരമായിട്ട് തന്നെ അത് നിറവേറ്റി ചെയ്തിട്ടുണ്ട്. ഇവിടെ 1960 ആരംഭിച്ച സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അന്നുണ്ടായിരുന്ന ആ പഴയ കെട്ടിടം ഇന്ന് ഈ തോമാപുരത്തും പരിസരത്തുമുള്ള ഒട്ടേറെ ആൾക്കാർ പഠിച്ച് ഇറങ്ങിയ ആ കെട്ടിടത്തിന്റെ നവീകരണം പൂർത്തിയാക്കി ഇന്ന് അതിന്റെ വെഞ്ചരിപ്പ് ആയിരുന്നു. അതോടൊപ്പം വിദ്യാരംഗ കലാസാഹിത്യ വേദികളുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം, അതൊക്കെ പ്രാധാന്യമുള്ള മറ്റൊന്നാണ്. കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി നടത്തുന്ന ക്ലാപ്പ് എന്ന അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ലേണിംഗ് പ്രോഗ്രാം, അതിന്റെ ഉദ്ഘാടനം.
എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ഞങ്ങൾ നൽകുന്ന വായ്പകൾ ഭവന നിർമ്മാണം, മത്സ്യ സംസ്കരണം, സോളാർ പദ്ധതി, ഹോട്ടൽ വ്യവസായം. ഈ ബാങ്ക് ഉപഭോക്താക്കൾക്ക് നല്ല സഹകരണം, നല്ല സേവനം, കസ്റ്റമേഴ്സിന് ഉപകാരപ്രദമായ ധാരാളം പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. ഭവന വായ്പ, ബസ്, കാർ, ടൂ വീലർ ലോണുകൾ, സ്വയം തൊഴിൽ, ചെറുകിട വ്യവസായം, വസ്ത്രവ്യാപാരം, വിദേശ പഠനം, ഇന്റർലോക്ക് ആൻഡ് ബ്രിക്സ്, കൂടാതെ സ്വർണ്ണ പലിശ 7% മുതൽ. മൊബൈൽ ബാങ്കിംഗ്, ATM, ലോക്കർ സൗകര്യങ്ങൾ. ഫിനാൻഷ്യൽ സൗണ്ട് ആൻഡ് വെൽ മാനേജ്മെന്റ് അംഗീകാരം ലഭിച്ച ബാങ്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയില്ലാതെ ബ്രാഞ്ചുകൾ തുടങ്ങാൻ കഴിയുന്ന FSWM അംഗീകാരം. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ബ്രാഞ്ചുകൾ പയ്യന്നൂർ മെയിൻ ഈവനിംഗ്, പെരുമ്പ റെയിൽവേ ഗേറ്റ്, രാമന്തളി, കരിവള്ളൂർ, മാതമംഗലം, പെരുമ്പടവ്, ചെറുപുഴ. 10ാമത് ബ്രാഞ്ച് അരവഞ്ചാലിൽ